വിഷയം എന്നെ തേച്ച പെൺകുട്ടി. ഇരുമ്പുകോട്ടകളും താമ്രവാതിലുകളുടെ പൂട്ടുകളും തകർത്തെറിയുന്ന തീക്കാറ്റായി അക്ഷരങ്ങളുടെ വാരിക്കുന്തങ്ങൾ എന്തിക്കൊണ്ട് ആകാശം വെട്ടിപ്പെടുക്കുവാൻ പഠിപ്പിച്ചവളായിരുന്നു പെൺകുട്ടി. ആ ഓർമ്മകളിൽ നിന്ന് പോയ കാലത്തിന്റെ സ്മരണകൾ നിലനിർത്തിക്കൊണ്ട് ഈ വേദിയിൽ നിന്ന് എനിക്ക് നിന്നോട് പറയുവാനുള്ളത്, നീ എന്നെ തെച്ചിട്ട് പോയെങ്കിലും അത് എന്റെ പുതിയ ജീവിതത്തിലേക്കുള്ള ശോഭയാത്രയുടെ കാലഘട്ടത്തിലേക്കുള്ള പ്രയാണത്തിൽ ഒട്ടും തടസ്സമല്ല. കാരണം കടന്നു വരേണ്ട ചരിത്ര താളുകളിലെ ലിപികളിലെല്ലാം നമ്മൾ സാമൂഹിക സാംസ്കാരിക കലാരംഗങ്ങളിലെ പ്രണയത്തെ ചുറ്റിപ്പറ്റിയുള്ള കലാലയ ജീവിതമായിരിക്കണം. ഒരു കാലഘട്ടം മുഴുവൻ ചരിത്രത്തിന്റെ ലിപികളിൽ മഞ്ജുവും മനുവും മാധവനുമുള്ള മഹാരാജാസ് കലാലയത്തിൽ എന്റെ ഓർമ്മകളിലേക്ക് വന്ന ആ പെൺകുട്ടി നീ ആയിരുന്നുവെന്ന് പുസ്തകത്താളിൽ എഴുതി വെച്ച വാക്കുകളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കാലം കടന്നു പോകുന്ന നാളുകളിൽ രാമഴ പെയ്തു തോർന്നിട്ടും എന്റെ ജനൽപ്പാളികളിൽ നിന്ന് നീ പുഞ്ചിരിക്കുന്നുവെങ്കിൽ വ്യക്തിയും സുമിതയും അടക്കമുള്ള പല പെൺകുട്ടികൾ എന്നെ തേച്ചിട്ട് പോയപ്പോഴും അവർക്ക് മുമ്പിൽ മിണ്ടാതിരുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇന്ന് എനിക്ക് ഇത്തരത്തിൽ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലൂടെ പ്രണയത്തിന്റെ കാമത്തിന്റെ ഒരു ലോകത്തേക്ക് നാം കടന്നു പോകുന്നു. സാംസ്കാരിക വിപ്ലവത്തിന്റെ സാമൂഹിക വിപ്ലവത്തിന്റെ കാലഘട്ടം. തേച്ചിട്ട് പോയ പെൺകുട്ടികളെ പറ്റി നിങ്ങൾക്ക് അങ്ങനെ തേച്ചിട്ട് പോയ പെൺകുട്ടികളെ പറ്റി പറയാൻ നമുക്ക് മാത്രമല്ലാതെ അവകാശമല്ലാതെ പിന്നെ ആർക്കാണ് അവകാശമുള്ളത്? കാലത്തിൽ എന്നെ തേച്ചു പോയ പെൺകുട്ടിയെ ഞാൻ എന്റെ ഓർമ്മയിൽ നിലനിർത്തുകയാണ്. പമ്പിച്ച തടസ്സങ്ങളുമായിട്ട് മാത്രമാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ തേച്ചിട്ട് പോയ പെൺകുട്ടിയെ പറ്റി യാതൊന്നും ഇവർ സംസാരിക്കുന്നില്ല എന്ന വസ്തുതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സമുദായത്തിന്റെ തീർന്ന നിരവധി വർഷങ്ങളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി മദ്യപിച്ച് മതോന്മത്തനായി പ്രശ്നം വന്നു. ഒരു സമലകാലത്തിന്റെ സ്മൃതി. സമരകാലമല്ല, സമരകാലമാണ് മക്കളെ പറയേണ്ടത്. പല പെൺകുട്ടികളെയും പ്രേമിച്ച് നടന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള സമരങ്ങളിൽ വാക്കുകൾക്കതീതമായ ആത്മഹർഷത്തിൽ ഒരു കാലത്തിന്റെ സ്മൃതിശകലത്തിൽ നിന്നുകൊണ്ട് യവനികയ്ക്കുള്ളിലെ ജഡിലാത്മകമായ സ്വപ്നചലങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഉറക്കങ്ങളിൽ നീ എന്റെ സ്വപ്നങ്ങൾക്ക് കൂട്ടുവന്നിരുന്നു. സ്വപ്നങ്ങളെ പറ്റി യാഥാർത്ഥ്യവൽക്കരിക്കുമ്പോൾ എന്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത് നിന്ദിതരുടെയും പീഡിത അവകാശ കുരുക്ഷേത്ര ഭൂമിയിൽ ചൂടണയാത്ത വേനലിലൂടെ നടന്നുപോയ സ്ത്രീ മഹാവ്യക്തികളെയാണ്. കാലത്തിനും ദേശത്തിനും അപ്പുറം പ്രഭാത സൂര്യനെ പോലെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് പാൽനിലാവിനെയും പൊൻവെയിലിനെയും ഒരുപോലെ പ്രണയിച്ച് പൂക്കളും പൂമ്പാറ്റകളും സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന സ്ത്രീത്വത്തിന്റെ കടന്നു പോകുന്ന നാൾ വഴികളിൽ എന്റെ ഓർമ്മ നിന്നെയും തെരഞ്ഞു വരും പെൺകുട്ടി. ഓർമ്മ വായുവിൽ സത്യം നിറഞ്ഞു നിൽക്കുന്നു, ഗംഗയിൽ ത്യാഗമൊഴുകുന്നു. ഈ ഭൂമിനെ പോലെ തേച്ചിട്ട് പോയ പെൺകുട്ടിയെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന ആളുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും രണ്ടക്ഷരം മൊഴിയാൻ വേണ്ടി എനിക്കൊരു അവസരം തന്ന ശ്രീകണ്ഠൻ നായർ സാറോടും അത് കേട്ടുകൊണ്ടിരിക്കുന്ന കരള് നൊന്ത് പറഞ്ഞിട്ടും പെൺകുട്ടി നീ അത് കേട്ടിരുന്നില്ല. എങ്കിലും സ്വന്തം വീട് തന്റെ ജോലി ഞാൻ ചെയ്യില്ല, അതിൽ എന്റെ ജോലി താൻ ചെയ്യരുത്. വാക്കുകളുടെ തേച്ചു വെച്ച ആ പുസ്തകത്താളിൽ നിന്ന് നീ എനിക്ക് തന്ന കാലം കടന്നു പോയിരിക്കും, സംസ്കാരങ്ങളും മൂല്യങ്ങളും നഷ്ടപ്പെട്ടു പോയിരിക്കാം. കാലവും സംസ്കാരവും അങ്ങനെ കടന്നു പോയിരിക്കുമെങ്കിലും ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. തേപ്പ് ഇന്ന് സംസ്ഥാന വിനോദമായി മാറിയിരിക്കുന്നു. ഒരു കളിയെ കുറിച്ചാണ് ചേട്ടാ ഞാൻ പറഞ്ഞു വന്നത് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല. പല പെൺകുട്ടികളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി മനസ്സ് മരവിച്ച് മദ്യപിച്ച് മതോന്മത്തനായി ശീതീകരിച്ച് മുറിയുടെ മുകളിൽ നിന്ന് മരപ്പലകകൾ നിറഞ്ഞ ആകാശത്തിൽ നിന്നുകൊണ്ട് ഓർമ്മകൾ പെറ്റുകൂട്ടിയ ആകാശത്തിന് മരപ്പലകൾ നിറഞ്ഞ മേഘങ്ങളെയാണ് ഞാൻ മനസ്സിലാക്കിക്കൊള്ളും. മേഘങ്ങൾ മരപ്പലകളാണ്. അങ്ങനെ കണ്ണുനീര് നിറഞ്ഞ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിരാശയെ പടുകുഴിയിൽ നിന്ന് ഉയർത്തിപ്പിടിക്കുന്ന കലുഷിത യാഥാർത്ഥ്യങ്ങളിൽ കറുത്ത കാലം 21ാം നൂറ്റാണ്ടിന്റെ ചരിത്രവും തേപ്പിന്റേതാണ്. ഒരുപക്ഷെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഇന്ത്യയിലുമെല്ലാം തേപ്പ് ആവർത്തിക്കുന്നു. ചരിത്ര ലിപികളിലേക്കും സാമൂഹിക വീക്ഷണങ്ങളിലേക്കും നാം തിരിഞ്ഞു നോക്കണം. എന്റെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ നിരന്തരം തടസ്സം വിളിച്ചുകൊണ്ടും എന്നെ അങ്ങനെ തേപ്പ് കിട്ടിയ ഞാൻ 1975 അമേരിക്കയുടെ ആകാശങ്ങളിലെ മരപ്പടികൾ ചവിട്ടി കയറുന്ന സന്ദർഭത്തിലാണ് ഇവാൻക എന്നെ വിളിച്ചു പറഞ്ഞത്.
കാൾ സാഗറിന്റെ ഭാവനകൾ സത്യങ്ങളാണെന്ന് മനുഷ്യൻ തെളിയിച്ചേക്കണം. അതുപോലെ മനുഷ്യന്റെ പദ്ധതികൾ ഇതെന്തോ ഒന്നും മനസ്സിലാവുന്നില്ല. താങ്കൾ തുടരാം. ഒരുപക്ഷെ ഇന്നിന്റെ കാലഘട്ടങ്ങളിൽ അധിനിവേശത്തിന്റെ കടന്നുകയറ്റത്തിലൂടെ തേപ്പ് എന്ന് പറയുന്ന ശുശ്രൂഷ ഇന്നും ഭംഗിയായി നടന്നു. അങ്ങനെ പോലെ തേപ്പിനെ അധിനിവേശ കാലത്തോട് ചേർത്ത് വായിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവാഗ വിഷയം അടക്കമുള്ള പല പെൺകുട്ടികൾ എന്നെ സ്നേഹിച്ചിട്ടും അവരെ തേച്ചു കൊണ്ടുപോയി എന്റെ ഇത്തരത്തിലുള്ള കാലഘട്ടത്തിലൂടെ ഞാനും കടന്നു ചെല്ലുകയാണ്. 21ാം നൂറ്റാണ്ടിന്റെ സമ്പൂർണ്ണമായ ചരിത്രം പരിശോധിക്കുക. തേപ്പുകളേറ്റ് കലാലയ ജീവിതങ്ങളിൽ മൺമറഞ്ഞു പോയ എന്റെ സുഹൃത്തുക്കൾ ഒരു കാലഘട്ടത്തെ മുഴുവൻ തുടരൂ. ഈ വിഷയത്തെ പറ്റി പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് 1000 കഥകൾ പറയാനുള്ള ഈ നാടിന്റെ ചരിത്ര ഈ വിഷയത്തെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് ഋഷിവര്യന്മാരാലും അനുഗ്രഹീത ശ്രേഷ്ഠന്മാരാലും അങ്ങനെ പല ആശയങ്ങളുടെ സംവേദന വേദിയായി ഇവിടെ നിന്ന് എനിക്ക് പറയുവാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ചിന്താഗതിയിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഓരോ വ്യക്തിയും കാണുന്ന വീക്ഷണ കോണുകളിലാണ് തെറ്റും ശരിയും ഭാരതത്തിന്റെ വായുവിൽ സത്യം നിറഞ്ഞു നിൽക്കുന്നു. ഗംഗയിൽ ത്യാഗമൊഴുകുന്നു. ഈ ഭാരതത്തെ പോലെ മറ്റൊന്നില്ല. അങ്ങനെ ആശയങ്ങളുടെ സംഗമ ഭൂമിയിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ചിന്താഗതികളുടെ തെറ്റുകളുടെ അടിസ്ഥാനങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത് എങ്കിൽ ഓർമ്മിച്ചുകൊണ്ട് 21ാം നൂറ്റാണ്ടിന്റെ ചരിത്രം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. തൃശൂരിന്റെ മണ്ണിൽ നിന്ന് തേക്കിൻകാടിന്റെ സുന്ദര മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് തേപ്പെന്ന് പറയുന്ന ശുശ്രൂഷയെ ഏറ്റവും ഭംഗിയും സൗന്ദര്യാത്മകവുമായ ശുശ്രൂഷ നേവാ നദിയുടെ തീരത്തലഞ്ഞ് വിലാപങ്ങൾ ഒഴുക്കിക്കളഞ്ഞ ദസ്തയേവ്സ്കിയെ അന്ന ഒരിക്കലും തേച്ചില്ല. റഷ്യൻ കവി അലക്സാണ്ടർ വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടെത്തിയ ഡേവിഡ് ലിവിങ്സ്റ്റൺ അടക്കമുള്ളവർ പ്രേമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പെൺകുട്ടികൾ മാത്രം തേക്കുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ സമൂഹത്തിന്റെ ഒരു സ്വഭാവമുണ്ടല്ലോ. പറഞ്ഞുകൊള്ളട്ടെ പറയുന്നു. സയ്യിദ് ഉർദുഖാൻ എന്ന വ്യക്തി ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തുർക്കിയുടെ പ്രഥമ ഇന്ന് കടന്നു വന്നിരിക്കുന്നത് തേപ്പ് എന്ന വിഷയത്തെ കുറിച്ചാണ്. ഒരു നിമിഷം എന്ന പരിപാടിയിൽ ശ്രീകണ്ഠൻ നായർ സയ്യിദ് ഉർദുഖാൻ എന്ന വ്യക്തി ഒരുപക്ഷെ എന്ന വ്യക്തി ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. പക്ഷെ എനിക്ക് ആ വ്യക്തിയെ അറിയാം. എന്തെന്നാൽ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? മഫ്ത ഇട്ടിട്ട് പെണ്ണുങ്ങൾക്ക് പാർലമെന്റിൽ കയറുവാൻ സാധ്യമല്ല. ഇന്നലകളിൽ മലയാളമുണ്ട്. ജില്ലകൾ കൂട്ടിവെച്ചിട്ട് കാലത്തിന്റെ കലുഷ യാഥാർത്ഥ്യങ്ങളിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകുവാനുള്ള കൊടുങ്കാറ്റാകുവാൻ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. കൂട്ടുകാരി സഖിയാക്കുവാൻ നിന്നെ ബെസേലിയൽസ് കലാലയത്തിന്റെ വാതിൽപ്പടികളിൽ കാത്തിരുന്ന നാളുകളിൽ നീ എനിക്ക് എന്താണ് തന്നത്? കലുഷ യാഥാർത്ഥ്യങ്ങളുടെ അല്ല ചേട്ടാ, ഞാനാണ് അമർത്തിയതെന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ചു കൊള്ളട്ടെ. കലുഷ യാഥാർത്ഥ്യങ്ങളുടെ പക്ഷേ കാര്യറയിലെ പല പെൺകുട്ടികളെയും പ്രേമിച്ചുകൊണ്ട് വഞ്ചിച്ച് കടന്നുപോയ ഒരു വഞ്ചകനാണ് ഞാൻ. കൂട്ടുകാരി, നിന്നോട് എനിക്ക് ദേഷ്യമില്ല. പകരം നിന്റെ വിവാഹ നാളിൽ ഞാനൊരു സമ്മാനം തരും. എന്റെ ഹൃദയത്തിന്റെ കരളിൽ കൊരുത്ത കാരമുള്ള അത് തരുമ്പോൾ നീ എനിക്ക് ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ. നിങ്ങൾ ഓരോരുത്തരും നാം ഓരോരുത്തരും തിരിച്ചറിയാൻ കാര്യറയിലെ പല പെൺകുട്ടികളെ പ്രേമിക്ക് വിവാഹം കഴിക്കാമെന്ന് ഞാൻ തേപ്പിന്റെ ചരിത്രം ഫുട്ബോളിന്റേത് കൂടിയാണ്. ചലിക്കുന്ന പന്തിനെ ഒരു കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയിലെ പ്രവിശാല സുന്ദരമായിട്ടുള്ള മഞ്ചേരിയിൽ പഠിക്കുന്ന എനിക്ക് മഞ്ചേരിയുടെ നെഞ്ചകത്തിൽ തേപ്പ് എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് മുജീബിന്റെ ക്ഷമിക്ക് ഒരു അതിരുണ്ട്. കുട്ടികളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി മദ്യപിച്ച് മതോന്മത്തനായി ശീതീകരിച്ച മുറിയുടെ മുകളിലിരുന്ന് പല പെൺകുട്ടികളിലെയും മനോവേദനകളെ അവിടെ 1960 കൊല്ലം ചെന്തരുണിയിലുണ്ടായ ഒരു സംഭവം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാം. തേപ്പിന്റെ ചരിത്രം അതാ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. 1990കളിൽ കാലഘട്ടത്തിന്റെ മഹനീയമായ തൂവാനത്തുമ്പികൾ എന്ന വിശ്വപ്രഖ്യാതമായ ചലച്ചിത്രം ഇറങ്ങി. ക്ലാര എന്ന് പറയുന്ന
തൂവാനത്തുമ്പികൾ എന്താ ആവർത്തിച്ചോ? തുടരാം. വീണ്ടും വിടർത്തിയാടുമ്പോഴാണ് ഞാൻ എന്റെ കാമുകിയെ കണ്ടുമുട്ടുന്നത്. ഋഷിവര്യന്മാർ അനുഗ്രഹിച്ച ഈ സംസ്കാരത്തിന്റെ പുണ്യത്തെ ഞാൻ പേറുകയാണ്. തുടരാം. വേഗം കുറയ്ക്കരുത്, സ്പീഡ് കൊണ്ട് കവിത എഴുതുവാൻ കാലത്തിന്റെ കണ്ണാടി ചുവപ്പിൽ എന്നോട് പറഞ്ഞ കൂട്ടുകാരി നിന്റെ ഓർമ്മകൾ ഓർക്കുമ്പോൾ 11ാം തരത്തിൽ പഠിക്കുന്ന പെൺകുട്ടിയോട് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ സഹോദരനെ പോലെ കാണുന്നു എന്ന് പറയാം. പെൺകുട്ടിയെ ഞാൻ ഇവിടെ വെച്ച് ഓർക്കുന്നു. കൊച്ചിനെ കുറിച്ച് പറയല്ലേ, സമാധാനമായിട്ട് പറഞ്ഞു. ഒരു കാലഘട്ടത്തിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ നിങ്ങളെ വീണ്ടും കൊണ്ടുപോവുകയാണ്. ഇന്നിന്റെ 21ാം നൂറ്റാണ്ടിന്റെ തേപ്പ് എന്ന് പറയുന്ന വസ്തുതകളെ വീണ്ടും വസ്തുനിഷ്ഠിതമായി നമ്മൾ രണ്ട് വസ്തുണ്ട്. ഓർക്കുമ്പോൾ കാലത്തിന്റെ കവിൾച്ചില്ലയിലേക്ക് മറന്നു പോകുന്ന കൂട്ടുകാരി നിന്റെ വിവാഹ നാളിൽ എന്റെ കരളിൽ കൊരുത്ത സമ്മാനം തരുവാൻ ഞാൻ വന്നു. ഒരുപക്ഷെ ഇന്നിന്റെ ചരിത്രത്തിലേക്ക് ഞാനും തിരിഞ്ഞു പോവുകയാണ്. തേപ്പ് എന്ന് പറയുന്ന വസ്തുത അതിനെ വിഷയാനുഷ്ഠിതമായി കീറി മുറിച്ച് പരിശോധിക്കുകയാണ്. എന്റെ മുന്നിൽ നിൽക്കുന്നവരും പിന്നിൽ നിൽക്കുന്നവരുമായ കടന്നുപോവുകയും പരിശോധിക്കുകയും ചെയ്തുകൊണ്ട് താൻ ഒരുപാട് നേരമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു അവസരം തരുന്നതിൽ താങ്കൾക്ക് വളരെ മുജീബിന് ഈ വിഷയം അവസാനിക്കും. താങ്കൾ സംസാരിച്ചു. 1947 ഓഗസ്റ്റ് മാസം 14-ാം തീയതി അങ്ങ് ഡൽഹിയിലെ കോൺഗ്രസിന്റെ സമ്മേളന വേദിയിൽ നിന്ന് യുഗപരിവർത്തനത്തിന് ശങ്കുലി മുഴുകിയപ്പോൾ ആ സമ്മേളന വേദിയിലെ തേപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. സമയം അവസാനിച്ചു.